കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR അഥവാ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ നഖശിഖാന്തം എതിർത്തത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. ദീദിക്ക് ഇരിക്കപ്പൊറുതിയില്ലാതായി. കാരണം നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും എല്ലാം പുറത്താകും എന്ന് ദീദിക്ക് മനസ്സിലായി. ദീദി SIRനെതിരെ തലങ്ങും വിലങ്ങും ആഞ്ഞടിച്ചു. പക്ഷേ ബംഗാളിൽ നടന്നത് മറിച്ചാണ്. SIR വലിയ രീതിയിൽ പുരോഗമിച്ചു. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ബംഗാൾ വിട്ട് ബംഗ്ലാദേശിലേക്ക് കൂടൊഴിഞ്ഞു പോയി. എന്തായാലും SIRനെതിരെ തുടക്കം മുതൽ ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന മമതയ്ക്ക് ഇപ്പോൾ ഒരു ജാള്യതയുണ്ട്. കാരണം ബംഗാളിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്ന് അത് വൈറലായി മാറി. ഏതാണ്ട് 37 വർഷം മുമ്പ് കാണാതായ ഒരു വ്യക്തിയെ SIRലൂടെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ആ വാർത്ത ഇന്ന് ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും വൈറലായിരിക്കുകയാണ്. ആ വാർത്ത നമ്മൾക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ബംഗാളിലെ ഒരു കുടുംബത്തിന് സംഭവിച്ച ദുരന്തമാണ് SIRലൂടെ പരിഹരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതിന് ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ടോളം എന്നാണ് പറയുന്നത്. 37 വർഷം മുമ്പ് 1988 ഒരു തർക്കത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ വിവേക് ചക്രവർത്തിയുടെ കഥയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിവേക് ചക്രവർത്തിയെ തൻ്റെ കുടുംബാംഗങ്ങളുടെ അടുക്കലേക്ക്, സഹോദരങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നു. രക്തത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു SIRലൂടെ. അതിൻ്റെ കഥയാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത്. ഈ വിവേക് ചക്രവർത്തി ഒരു തർക്കത്തെ തുടർന്ന് 1988 വീട് വിട്ടിറങ്ങി. കാണാതായ ഇദ്ദേഹത്തെ കുടുംബാംഗങ്ങൾ പലയിടത്തും തിരക്കി. പോലീസിൽ പരാതി കൊടുത്തു. വലിയ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ആൾ ഒരു പക്ഷേ മരിച്ചു പോയിരിക്കാം, തൻ്റെ സഹോദരൻ മരിച്ചു പോയിരിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ ഈ വിവേകിൻ്റെ ഇളയ സഹോദരൻ ഇന്ന് പ്രദേശത്തെ ബൂത്ത് ലെവൽ ഓഫീസറാണ്, BLO ആണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രദീപ് ചക്രവർത്തി എന്നാണ്. ഈ പ്രദീപ് ചക്രവർത്തി ആണ് SIR നടപടികൾ പുരോഗമിക്കവേ അതിലൂടെ തൻ്റെ സഹോദരനെ കണ്ടെത്തിയത്. ഈ വിവേക് തൻ്റെ ഫോൺ നമ്പരും പേരുമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുന്ന SIRൽ നമുക്കറിയാം, നമ്മളിതെല്ലാം പൂരിപ്പിച്ച് കൊടുക്കണം. അത് ആ ഫോമിൽ പൂരിപ്പിക്കാൻ സഹായം തേടി ഈ പ്രദീപിനെ ഒരാൾ വിളിക്കുന്നു. ആ ആളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് തൻ്റെ സംശയം ആരംഭിക്കുന്നത്. എന്തായാലും ആ വാർത്ത ഇങ്ങനെയാണ്: SIR പൂരിപ്പിക്കാനായിട്ട് സഹായം തേടിക്കൊണ്ട് പ്രദീപിന് ഒരു ഫോൺ കോൾ വരികയുണ്ടായി. സംശയ നിവാരണം നടത്തിക്കൊണ്ടിരിക്കവേ ഫോൺ വിളിച്ചത് പണ്ട് കാണാതായ 37 വർഷം മുമ്പ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദരൻ വിവേക് ചക്രവർത്തിയുടെ മകനാണോ എന്ന് പ്രദീപിന് സംശയം തോന്നി. അദ്ദേഹം അത് ചോദിച്ചു. ഈ ഫോൺ വിളിച്ച ആളിനോട് വിശദാംശങ്ങളൊക്കെ ചോദിച്ചു. അയാൾ നൽകിയ വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ പ്രദീപിന് മനസ്സിലായി തൻ്റെ മൂത്ത സഹോദരൻ വിവേകിൻ്റെ മകനാണ് ഈ വിളിക്കുന്നത്, ഫോണിൽ സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഇദ്ദേഹം ഫോൺ അച്ഛന് കൊടുക്കാൻ മകനോട് ആവശ്യപ്പെട്ടു. 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും ഫോണിലൂടെ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞു. ചേട്ടൻ അനുജനെയും അനുജൻ ചേട്ടനെയും ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായി തിരിച്ചറിയുകയായിരുന്നു. എന്തായാലും ആ പുനഃസമാഗമം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു SIR നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയില്ലായിരുന്നെങ്കിൽ. ഇത് പറയുന്നത് പ്രദീപ് ചക്രവർത്തിയും ജ്യേഷ്ഠൻ വിവേക് ചക്രവർത്തിയുമാണ്, നമ്മളാരുമല്ല. എന്തായാലും ഈ ചക്രവർത്തി കുടുംബം ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ, വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെ കാത്തിരിക്കുകയാണ് വിവേക് ചക്രവർത്തിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ. ഈ ഒരു വാർത്ത ഇന്ന് ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്നു, വൈറലായിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. നോക്കൂ, SIR എന്ന ഒരു പ്രക്രിയ കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടായ നേട്ടം. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം SIR എന്ന് പറയുന്നത് വെറും കുട്ടിക്കളിയല്ല. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ അവർ നമ്മുടെ പൗരന്മാരാണ് എന്ന് ഉറപ്പിക്കാൻ
അവർക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് 9 തവണ SIR നടപടികൾ നടന്നിട്ടുണ്ട്. പല തിരഞ്ഞെടുപ്പുകൾക്കും തൊട്ട് മുന്നെയാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുന്നത്. ഇപ്പോൾ ഈ SIR നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസും CPM-ഉം. നമുക്കറിയാം, വളരെ പണ്ട് മുതലേ ഈ രാജ്യത്തെ പാരമ്പര്യത്തിനോടും ഇവിടുത്തെ പൗരന്മാരോടുമൊന്നും പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യവുമില്ലാത്ത ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ, അവരോട് അനുകമ്പയില്ലാത്തവർ, അവരോട് സഹതാപമില്ലാത്തവർ, അവരോട് ദയയില്ലാത്തവർ, ഈ മണ്ണിനെ സ്നേഹിക്കാത്തവർ ഒക്കെ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവർ ഇത്തരം കാര്യങ്ങളെ എതിർക്കും. അത് സ്വാഭാവികമാണ്. അവർ തങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ SIR നടപ്പാക്കി, അത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് വീമ്പിളക്കുന്നവർ ഇന്ന് SIR കാര്യക്ഷമമായി നടപ്പാക്കുമ്പോൾ അതിനെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, SIR എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വോട്ടർമാരുടെ വോട്ടവകാശം സംരക്ഷിക്കാനുള്ള പ്രക്രിയയാണ്. അതിൽ ഒരു വെള്ളവും ചേർത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിന് അതിൽ യാതൊരു പദ്ധതിയുമില്ല. അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഉപയോഗപ്പെടുത്തിയാണ് SIR നടപടികൾ പുരോഗമിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ച, അന്ധത ബാധിച്ച ചില ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് 6 മാസം കൊണ്ട് തീർക്കേണ്ടതാണ് SIR എന്ന്. എന്ത് വിഡ്ഢിത്തമാണ് ഇവർ പറയുന്നത്. നോക്കൂ, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് 2-3 മാസം മുമ്പ് ഫൈനൽ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് സത്യത്തിൽ ഇന്ന് സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചു. അതുകൊണ്ട് തന്നെ പഴയതുപോലെ എല്ലാം മാനുവലായിട്ട് എഴുതിയെടുത്ത് പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് വെട്ടലും തിരുത്തലുമൊക്കെ വരുത്തി തയ്യാറാക്കേണ്ടതല്ല ഇന്ന് വോട്ടർ പട്ടിക. ഇന്ന് സാങ്കേതിക വിദ്യ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന പൗരന്മാരുടെ ഡാറ്റയുമായിട്ട് ഇതിനെ തുലനം ചെയ്ത് വളരെ എളുപ്പത്തിൽ തീർക്കാം. പക്ഷേ സാങ്കേതിക വിദ്യ അറിഞ്ഞുകൂടാത്ത, കമ്പ്യൂട്ടറിനോട് മുഖം തിരിച്ചു നിന്ന, കമ്പ്യൂട്ടർ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത പാരമ്പര്യമുള്ളവർക്ക് ഇതൊന്നും ദഹിക്കില്ല. അവർക്കിതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. തങ്ങളുടെ ഈ മൊബൈൽ എടുത്തു വെച്ച് അതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഇതിനെതിരെ വായ്ത്താരിയിടുന്നവർ, പക്ഷേ ഈ SIR വരുമ്പോൾ അതിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അവർക്ക് വൈമനസ്യമുണ്ട്, അവർക്ക് വൈമുഖ്യമുണ്ട്. അവർ അതിന് തയ്യാറാകുന്നില്ല, അതിനെ എതിർക്കുന്നു. ഇതാണ് ഇരട്ടത്താപ്പ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ കേവലം ദിവസങ്ങൾ കൊണ്ട് തീർക്കാവുന്നതാണ് ഈ SIR എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ SIR നടപ്പാക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പൗരന്മാരുടെ വോട്ടവകാശം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഇതാ ബംഗാളിൽ ഒരു കാണാതായ ഒരു മനുഷ്യൻ, 37 വർഷങ്ങൾക്ക് മുമ്പ് വഴക്കിട്ട് വീട് വിട്ട ഒരു മനുഷ്യൻ ഇന്ന് തിരിച്ചു കുടുംബത്തിലെത്തിയിരിക്കുന്നു. അതും SIR-ലൂടെ. ഇത് ചെറിയ നേട്ടമല്ല. ഇത് അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അത് രാജ്യം മുഴുവനും വൈറലായതും അതുകൊണ്ടാണ്. കേവലം ബംഗാളിൽ മാത്രമല്ല, ദീദിയുടെ മുഖമടച്ച് കിട്ടിയ അടിയാണ് പ്രദീപ് ചക്രവർത്തിയുടെയും വിവേക് ചക്രവർത്തിയുടെയും പുനഃസമാഗമം. വിവേക് ചക്രവർത്തിയെ കുടുംബം കണ്ടെടുക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ SIR-ലൂടെ സാധിച്ചു എന്നറിയുമ്പോൾ അത് ദീദിക്ക് കിട്ടുന്ന മുഖമടച്ചുള്ള ഒരു പ്രഹരം തന്നെയാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയായി, ബംഗാളിൽ SIR പൂർണ്ണമായിട്ടും വിജയിക്കും. കൃത്യമായ വോട്ടർ പട്ടിക ബംഗാളിൽ ഉണ്ടാകും. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ജയിച്ചു വരുന്നവരാണ് ബംഗാളിനെ ഭരിക്കേണ്ടത്. സമീപഭാവിയിൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമുക്ക് കാണാം ബംഗാളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.